അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സഹാബി. 10 വർഷം ഹബീബിന്റെ വീട്ടില് ഹബീബിന്റെ കൂടെ ഖാദിമായി ജീവിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 90 വയസ്സ് കഴിഞ്ഞിട്ടാ വഫാത്താകുന്നത്. ഒരുപാട് കാലം ഉമ്മത്തിന് ഇൽമ പറഞ്ഞു കൊടുത്ത സ്വഹാബി. ഹബീബിന്റെ വീട്ടിൽ വളർന്ന മോൻ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോന് വഫാത്തായപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക് വഖദ് റുദ്ദ ഇലൈക്. അല്ലാഹുവേ, നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, ആ മകനെ നീ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലേ. ഫർഫ ബിഹി, എൻ്റെ മോനോട് കരുണ കാണിക്കണേ. വർഹംഹു, നീ റഹ്മത്ത് ചൊരിയണമേ. വജാഫിൽ അർള അൻ ബദനിഹി, എൻ്റെ മോൻ്റെ ശരീരത്തിൽ ആശ്വാസമാകും വിധം ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ. ഞങ്ങൾ കടത്തുന്നത് ഇടുങ്ങിയ ഒരു ഷിഖിലാണ്, ഇടുങ്ങിയ ഒരു ഖബറാണത്. പടച്ചവനെ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ നിനക്ക് കഴിയുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, വല്ലിപ്പ വല്ലിമ്മമാരിൽ അല്ലാഹു അവരുടെയൊക്കെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വേണ്ടപ്പെട്ടവർ, റമീസിന്റെ ഉപ്പയുടെ ഉമ്മ കഴിഞ്ഞ വർഷം വഫാത്തായി. അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, അവരടക്കം ആ മഹദി അടക്കം ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ, ഈ പരിസര പ്രദേശ മഹല്ലുകളിലൊക്കെ ഉള്ളവര്, അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ഉമ്മച്ചികൾ, അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. വഫ്തഹ അബ്വാബസ് സമാഇ ലിറൂഹിഹി, എൻ്റെ മോൻ്റെ ആത്മാവിന് വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കണേ. വതഖബ്ബൽഹു ബിഖബൂലിൻ ഹസൻ, എൻ്റെ മോനെ നീ സ്വീകരിച്ചേക്കണേ എന്ന് പറഞ്ഞ് സുമ്മൻ സ്വറഫ. അനസ് റളിയല്ലാഹു അൻഹു ഖബറിനടന്ന് എഴുന്നേറ്റ് പോരുകയാണ്. ഫഅകല വശരിബ വദ്ദഹന, മഹാനവറുകൾ എണ്ണ തേച്ചു, കുളിച്ചു, വൃത്തിയായി ഭക്ഷണം കഴിച്ചു, ഒരു വേദനയുമില്ലാത്ത പോലെ. എന്തുകൊണ്ട്? ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിൻ്റെ തീരുമാനമാണത്. എൻ്റെ മോൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്, എൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്. അതുകൊണ്ട് റബ്ബ് തീരുമാനിച്ചു, അല്ലാഹ് കൊണ്ടുപോയി. ഇതൊരു മുഅ്മിനിന് സാധിക്കുന്നൊരു അത്ഭുതമാണ്. അല്ലാത്തവർ വിഷമിച്ചു പോകും, ഈമാനില്ലാത്തവർ തളർന്നു പോകും.